സൂപ്പറായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ പിള്ളേരെല്ലാരും എഴുന്നേറ്റ് സ്റ്റാൻഡിങ് ഓവേഷൻ പിള്ളേരുടെ വകയും കിട്ടി. അടിപൊളിയായിരുന്നു. എനിക്ക് ജഡ്ജ്മെന്റ് കേൾക്കാൻ കൊതിയാവുന്നു അല്ലേടാ പിള്ളേരെ. ഷാനിക്ക കുഴപ്പമില്ലായിരുന്നു. ആഗ്നസ് തളർത്തി കളഞ്ഞു മോളെ നീ. അതായത് ആഗ്നസ് ഇവിടെ എപ്പോ വന്നു കഴിഞ്ഞാലും വേഴ്സറ്റാലിറ്റിയുടെ ക്വീനാണ്. അതായത് ആ അടുപ്പിൽ എന്തും വേവും, അജാതിയാണ്. ഇത് മോൾ കിടുക്കി കളഞ്ഞു മോളെ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര ഹാപ്പിയാണ്. ഈ പാട്ടിന് വേണ്ട ചിന്ന ചിന്ന ടച്ചസ് ഉണ്ട്. അതാണ് ഈ പാട്ടിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. ഓഫ് കോഴ്സ് അതിന്റെ ഇടയിൽ സംഗതികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതിന്റെ അപ്പുറത്ത് വേറെ കുറെ എക്സ്പ്രഷൻസ് ഉണ്ട് ഈ ഒരു പാട്ടിൽ. അതൊക്കെ മോള് ഭയങ്കരമായിട്ട് വന്നു. അത് ഇവിടെ നെഞ്ചൊക്കെ ഇങ്ങനെ ഇങ്ങനെ കുളിർമഴ ഇങ്ങനെ പെയ്തോണ്ടിരിക്കുകയായിരുന്നു. ഐ എം സോ ഹാപ്പി മോളെ. അങ്ങനെ ആഗ്നസ് ഈസ് ബാക്ക്. ഇടയ്ക്ക് എവിടെയോ ഒന്ന് കോൺസെൻട്രേഷൻ ഒക്കെ പോയി, പക്ഷെ ആണോ വയ്യാതെയാണ് ഇത് പാടിയത്? ആണോ? പക്ഷെ അതൊന്നും പറയില്ല കേട്ടോ അങ്ങനെ. പക്ഷെ എന്റെ ആയപ്പോഴേക്കും നമുക്ക് ആ ഒരു ചെറിയൊരു ടയർഡ്നെസ് പോലെ ഫീൽ ചെയ്തു. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, മോള് ഈ പാട്ടിന് 100 അല്ല, ഒരു 150% കൊടുത്തു. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും തലയിൽ കയറിയില്ല മോളെ. ഞാൻ അനുപല്ലവിയുടെ ഫസ്റ്റ് 2 ലൈൻസ് ഉണ്ടല്ലോ, അയ്യോ ബഹളം വെച്ചു. ഞാൻ ഇവിടുന്ന് അലമ്പായിരുന്നു. നമ്മൾ എൻജോയ് ചെയ്തു. എല്ലാവരിലേക്കും സോങ് കണക്റ്റഡ് 150% കേട്ടോ. Well done. Thank you, sir. Well done. ചേട്ടന്മാരെ ഞെട്ടിച്ചു കളഞ്ഞല്ലോ. ഞാനിങ്ങനെ അല്ല, അവരും കുറെ ഇതിനു വേണ്ടി വർക്ക് ചെയ്തു. ഞാൻ ഓർക്കസ്ട്രയ്ക്കൊക്കെ കേൾക്കുമ്പോ അവര് കഷ്ടപ്പെട്ടിരുന്ന ഓരോ ആരൊക്കെ ആഹാ പറയണം, ആരൊക്കെ ഇതൊക്കെ മെയിൻ പറയണം എന്നൊക്കെ. അല്ല, ഞാൻ വിചാരിച്ചെന്താന്നറിയാം, നമുക്കറിയാലോ ഇവിടെ ഒരു മെയിൽ പോർഷൻ ഉണ്ടെന്നുള്ള കാര്യം. ഞാൻ വിചാരിച്ചു കോറസ് പിള്ളേരായിരിക്കും പാടാൻ വന്നത്. പക്ഷെ ഞാൻ നോക്കുമ്പോ അവിടെ പ്രിപ്പറേഷൻ ഒന്നും കാണുന്നൊന്നുമില്ല. വളരെ നന്നായിട്ട് പാടുന്നു കുറച്ച് പേര്. സാധാരണ കോറസ് പാടുന്നതിന് മുമ്പ് ഇവരെല്ലാരും എഴുന്നേറ്റ് നിൽക്കുന്നു, ഇത് ഇങ്ങനെ ഒന്നുമില്ല. ഞാൻ ഇവർക്ക് എന്താ കോറസ് പാടാൻ ചൂടൊന്നുമില്ലേ? പാട്ട് തുടങ്ങിയതേ ഇവിടുന്ന് ഗംഭീരായിട്ട് ഇവരവിടുന്ന് പാടിക്കൊണ്ടിരിക്കുന്നത്. സൂപ്പർ. ആ ചേട്ടൊക്കെ അവിടുന്ന് അടിപൊളി കേട്ടോ. ഹോൾ വരും എല്ലാവരും വോക്കൽസ്, എല്ലാവരും ഹോൾ ഓർക്കസ്ട്ര, ഒന്നും പറയാനില്ല. അത്രേ ഉള്ളൂ. ചേച്ചി അലിഞ്ഞു ചേർന്ന് പോയി. അങ്ങനെയായിരുന്നു, അലിയിച്ചു കളയുന്നൊക്കെ പറയില്ല. അത്രയും ആ ഒറിജിനൽ ട്രാക്ക് കേൾക്കണ പോലെ തന്നെ ഉണ്ടായിരുന്നു. ആണ് ഓരോ ചെറിയ കാര്യങ്ങളും. എനിക്കൊന്നും പറയാനില്ല. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ഹൈ ചേട്ടാ, മൈക്കൊന്ന് അങ്ങനെ ആ ഒരു ഗോൾഡൻ മൊമെന്റ്, അടുത്ത ഗോൾഡൻ മൊമെന്റും കൂടെ നടന്നിരിക്കുകയാണ്. ഹരിച്ചേട്ടാ, അവ ഹരിച്ചേട്ടൻ എന്താ ചെവിയിൽ പറഞ്ഞേ? ഞാൻ അടിക്കട്ടെ? അടിക്കടാ. നീ അടി. കുഞ്ഞു പിള്ളേരല്ലേ, എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ കാണുമല്ലേ? എന്തൊരു കഷ്ടം. ഞാൻ എന്റെ പോയിന്റ് ഇവിടെ ഇരുന്ന് ജസ്റ്റിഫൈ ചെയ്യ. ഞാൻ വിചാരിച്ചു 9.5 10 ഒക്കെ വന്ന് മാർക്കൊക്കെ ബേസ് ചെയ്ത് പോവായിരിക്കും. ഞാനിത് പ്രതീക്ഷിച്ചു. നമ്മുടെ ഹോട്ടലിൽ കരഞ്ഞു പോയവള്.
ഹരിച്ചേട്ടൻ കമന്റ്സ് പറഞ്ഞില്ല. നമ്മൾ ഈ സോങ് മോള് പ്രാക്ടീസ് ചെയ്ത സമയത്ത് എനിക്കൊരു ചെറിയൊരു ഹോപ്പ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് കിട്ടുമോ, ഗോൾഡൻ അടിക്കുമോ എന്നുള്ളൊരു. കാരണം രസമായിട്ടാണ് പ്രാക്ടീസ് ചെയ്തത്. ഫസ്റ്റ് പല്ലവി കഴിഞ്ഞപ്പോഴേ എനിക്കൊരു ഓക്കെ ഇതൊരു ചാൻസ് ഉണ്ട്. കാരണം ഇതുവരെ ആഗ്നസിന്റെ കാണാത്തൊരു സിംഗിങ് വി വെർ എക്സ്പീരിയൻസിങ്. പ്ലസ് അവരുടെ പെർഫോമൻസ്, അവർക്കൊരു ഇതിന്റെ മൈക്കിന്റെ ഹെഡ് അവരാണ്. അപ്പൊ ഇവിടെ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തു. എല്ലാവർക്കും നിങ്ങൾക്കും തോന്നിയില്ലേ ഓഫ്കോഴ്സ്. അപ്പൊ അങ്ങനത്തെ ഒരു മൊമെന്റ് ആണ് ക്രിയേറ്റ് ചെയ്തത് മോള്. അപ്പൊ ഇതുവരെയുള്ള പോരായ്മകളൊക്കെ ഈ ഒരു പെർഫോമൻസിൽ തിരിച്ചു പിടിച്ചു. യു ഗോട്ട് ദ ഗോൾഡൻ മൈക്ക്. ആ മൈക്ക് തിരിച്ചു കിട്ടിയത് കൊണ്ട് യു ആർ സേഫ്. താങ്ക് യു. ഓക്കെ, അപ്പോ നമുക്ക് എനിക്ക് ഓൾമോസ്റ്റ് എല്ലാ ഗസ്റ്റ് വന്നപ്പോഴും ഒരു ഗോൾഡൻ മൊമെന്റ് ഉണ്ടായിട്ടുണ്ടല്ലേ ഷാനിക്ക? രമി ചേച്ചി വന്നപ്പോഴും നമുക്കൊരു ഗോൾഡൻ മൊമെന്റ് കിട്ടിയിരിക്കുകയാണ്. ഞാൻ വന്നതേ ഒരു ഗോൾഡൻ മൊമെന്റ് അല്ലേ? അതെ അതെ ആ കർത്തവ്യം ഞാൻ രമ്യയിലോട്ട് ഏൽപ്പിക്കുന്നു. ഗോൾഡൻ മൈക്ക് പ്രസന്റ് ചെയ്യാം. ഓക്കെ, ആഗ്നസ് ഹാപ്പി അല്ലേ? വളരെ ഹാപ്പി. വളരെ ഹാപ്പിയാണ്. അപ്പൊ ഇതുപോലെ തന്നെ പോട്ടെ. അപ്പൊ ആഗ്നസ് ആ വഴി പൊക്കോളൂ, ജഡ്ജസ് ഈ വഴി പൊക്കോളൂ. ശരി, ഓക്കെ, താങ്ക് യു. താങ്ക് യു.